അപ്പോൾ നമുക്ക് NBCCയുടെ ചാർട്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ചാർട്ടിൻ്റെ A to Z കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കുമ്പോൾ അറിയാതെ എന്ന് പോലെ വന്നേക്കുന്നത് എന്ന് പോലെ ചാർട്ട് സ്റ്റാർട്ട് ആയേക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുത്തൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഏകദേശം അതൊരു ഓവറോൾ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് വന്നേക്കുന്നതെന്ന് ഓൾറൗണ്ട് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാകും. കാരണം എന്താണ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്നത് നോക്കണേ, ജസ്റ്റ് ചുമ്മാ കാണിക്കാൻ വേണ്ടി വരച്ചേക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാനലിൽ തന്നെയുള്ള ഒരു മൂവ്മെൻറ്റാണ് ഈ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തൊട്ട് മുമ്പുള്ളൊരു എൻട്രി വന്നത് കാണിച്ചു തരാം. അത് നമ്മളിങ്ങനെ സൂം ചെയ്ത് നമ്മളിങ്ങനെ അകത്തോട്ട് പോവുക. എന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് കാണും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്കിവിടെ വരയ്ക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്കിങ്ങനെ വരയ്ക്കാം. ഇതാ ഇവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു ഓൾ ടൈം ഹൈ വേണമെങ്കിൽ നമുക്കൊരു അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് ടാർഗറ്റ് വെക്കാമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇവിടെ തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് വരെ നമുക്കത് വെക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ വരെ എന്തായാലും അത് എത്തിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ നോക്കാം, ഇത്രയും ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത് പ്രോപ്പറായിട്ട് ഞാനത് എപ്പോഴും പറയുന്നത്, നിങ്ങളതെപ്പോഴും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. എന്നൊരു ബ്രേക്ക് ഔട്ട് ആകാൻ വേണ്ടി ഒരുപാട് സ്ക്രീനർ തപ്പി നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പം കിട്ടുന്ന നല്ല നല്ല ചാർട്ടുകൾ എപ്പോഴും ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അനാലിസിസുകളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നു. നമ്മൾ വേണ്ടി ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യുന്നു. നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് കാണാം. നമ്മളത് സിമ്പിളായിട്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ അവിടെ വരച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതൊന്നും ഈസി ആകത്തുള്ളൂ. പക്ഷേ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഞാൻ പറഞ്ഞത് നമ്മളാദ്യം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കൊന്ന് പതുക്കെ തന്നെ അത് ഓക്കെ ആവും. അപ്പം ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്തു. ബാക്കിയുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മളിവിടെ ഒരു സപ്പോർട്ട് വരച്ചു. പിന്നെ മുകളിൽ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ ഇതൊക്കെ ജസ്റ്റ് പോട്ടെ, നമുക്കാണ് ജസ്റ്റ് ഇങ്ങോട്ടൊരു സപ്പോർട്ട് നമ്മൾ വരച്ചു. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കറിയാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ സൂം ചെയ്യാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. എന്നിട്ടൊരു റീടെസ്റ്റ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു എൻട്രി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് വേണമെങ്കിൽ ഒന്ന് പോകാം. നമുക്ക് ഡെയിലി എടുത്ത് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു കളർ കൊടുക്കാം, ഒരു റെഡ്. നമുക്ക് വേണ്ടി ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. റെസിസ്റ്റൻസ് അല്ല, ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്ന ഒരു സപ്പോർട്ടാണത്. റെസിസ്റ്റൻസ് നമ്മൾ അതെപ്പോഴും തടസ്സം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ നമ്മളതാണ് ജസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് നമ്മളത് വെക്കുന്നു. അപ്പോൾ പുതിയൊരു എൻട്രി വരുന്നുണ്ടോ എന്ന് നമുക്കറിയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം, ഈ ഒരു ഏരിയയിൽ കുറച്ച് കൺസോൾട്ടേറ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ നമുക്കിവിടെ ചെറിയൊരു ഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് പോലെ വന്നിട്ടുണ്ട്. പിന്നുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഓൾറൗണ്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീക്കിലി എടുത്ത് നോക്കിയപ്പോൾ കണ്ടതല്ലേ. ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ വന്ന് ഇവിടുന്ന് മറ്റൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അവിടെ ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അറിയാം, ഇവിടെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് താഴോട്ടൊരു ലെവലിലോട്ട് എന്തോ നെഗറ്റീവ് കാര്യമായിരിക്കും, നമുക്കറിയത്തില്ല. നമ്മൾ പ്രൈസ് ആക്ഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് തിരിച്ചൊരു നല്ലൊരു കയറ്റം മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. താഴെ വോളിയം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇവിടെ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലത്തെ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ അറിയാമല്ലോ, ഒരു ഇൻഡിസിഷൻ എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല. നമുക്ക് വേണ്ടി ഈ ഒരു ഗ്രീൻ ലൈൻ നമ്മൾ വരച്ചേക്കുന്നില്ല. ഈ ഗ്രീൻ റെസിസ്റ്റൻസിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അത് കുഴപ്പമില്ല. പിന്നത്തെ ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്നൊരു റെഡ് ലൈനാണ്.
ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വലിയ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ താഴേന്ന് വാങ്ങിച്ചിട്ടൊക്കെ ആണെങ്കിൽ വിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇപ്പം ഇവിടെ ഒരു എൻട്രി നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന മുകളിലോട്ട് തന്നെ പോകാനാണല്ലോ. ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഈ മുകളിലോട്ട് ഇവിടെ വരെ നമുക്കത് ഹോൾഡ് ചെയ്യാവുന്നതാണ് നിലവിൽ. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിന് വിപരീതമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം. ഒന്നുകിൽ ഈ ക്യാൻഡിലിൻ്റെ താഴെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോയിലോ ഒക്കെ നമുക്കത് വെക്കാം, നമ്മുടെ ഒരു റിസ്ക് സെറ്റപ്പ് അനുസരിച്ചിട്ട്. അപ്പം താഴേന്ന് വാങ്ങിച്ചൊരു പേടിക്കേണ്ട, കാരണം ഈ ഒരു ചാനലിനകത്ത് തന്നെയുള്ളൊരു മൂവ്മെൻറ്റാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നമ്മളൊരു പോസിറ്റീവ് കാര്യം തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം, മുന്നോട്ട് മുകളിലോട്ട് തന്നെ പോയേക്കാന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് തന്നെ നമുക്കൊന്ന് തിരിച്ചു പോകാം. അപ്പം ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് മുകളിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നിലവിൽ നമുക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോകാനാണ് ചാൻസ്. ഇപ്പം ഈ ഒരു ഗ്രീൻ ലൈൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല, മനസ്സിലായത്. അത് ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മുകളിലോട്ട് കയറുന്നത്. അപ്പം ഹോൾഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ, വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ലൈനായിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് നമുക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെല്ലാം നമ്മുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് തന്നെ എപ്പോഴും ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു വ്യൂ ഓവറോൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, മുകളിലോട്ടുള്ളൊരു മൂവ് തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ, നല്ലൊരു ചാൻസ് അതിന് വേണ്ടി തന്നെയാണ്. പിന്നെ നമ്മളത് വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഒരു നെഗറ്റീവ് കേസ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. അത് മൈൻഡ് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു എൻട്രിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ തന്നെ കയറുക. ഞാനത് ചെറുതായിട്ട് വെച്ചിട്ട് ഞാൻ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് തരാം, അപ്പോൾ നിങ്ങൾക്കത് വരയ്ക്കാനൊക്കെ ഉപകാരപ്പെടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. പിന്നെ എപ്പോഴും ജസ്റ്റ് വരച്ച് മാത്രം നോക്കുക. നിങ്ങളൊരു എൻട്രിയൊക്കെ എടുത്ത് തന്നെ പഠിക്കുക. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ സൈക്കോളജി വർക്കാകണമെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം ക്ലിയർ ചെയ്യണം. നമ്മളൊരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ ജസ്റ്റ് വര മാത്രമല്ല, നമ്മുടെ റിസ്ക് സെറ്റപ്പ് അതെല്ലാം നമ്മുടെ സൈക്കോളജി കറക്റ്റ് ആകണം, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റ് ആകണം. അങ്ങനെ എല്ലാം കൂടെ ഒരു ഏകദേശം ഒരു ബാലൻസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ, മനസ്സിലായോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാനലിനകത്തുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും പിന്നെ വരാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.